അതിലേക്ക് നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ന്യൂ പ്രോക്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോക്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിലുള്ള വേറെ ഫീച്ചർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ ഇപ്പോൾ പ്ലേ സ്റ്റോർ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക, പുതിയതായിട്ട് വേറൊരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്, ജസ്റ്റ് പോയി അപ്ഡേറ്റിങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. 8370 ഓട്ടോറിക്ഷകളൊക്കെ വിളിച്ചാൽ അതിനകത്ത് കയറാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഞാൻ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ നമ്മളെ വീട്ടിൻ്റെ സൈഡാണ് ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ ആ ലൊക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രോക്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്തവർ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്നലെ അപ്ഡേറ്റ് ചെയ്തെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു രണ്ടാമതൊരു അപ്ഡേറ്റ് വന്ന് കിടക്കണമെങ്കിൽ വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പോൾ അതും ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താലും ഞാൻ പറയണ ഈ ഇൻ്റർനെറ്റിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ നിങ്ങൾ പോകാം. നമ്മൾ നേരെ നമ്മളെ കാർ ഷോറൂമിൻ്റെ അടുക്കലേക്ക് തന്നെയാണ് എത്തിയത്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കൂട്ടിൽ ചോദിച്ചു കാർ ഷോറൂമിൽ കിട്ടിയൊന്നു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തവർക്ക് കാർ ഷോറൂമിൽ കിട്ടും, അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് കിട്ടിയിട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ നേരെ പോയി അപ്ഡേറ്റിങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കാർ ഷോറൂമിന് ഇവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വേറെ ലെവൽ കാർ ഷോറൂമിന് എൻ്റെ അകത്തുങ്ങൾക്ക് ഞാൻ കയറി കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം കിഡിലൊരു കാർ ഷോറൂം തന്നെയാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് ഈ ഒരു കാർ ഷോറൂമുകൾക്ക് വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മളെ 83 ഗൈസ് നമ്മൾ തെറ്റിപ്പോയി, ചീറ്റ് കോഡ് അടിച്ച് തെറ്റിപ്പോയി ഗൈസ്. ഓക്കെ, 8370 അടുത്ത് നമ്മൾ ഓട്ടോറിക്ഷകളൊക്കെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ്. 8370 ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് നമ്മളെ ഈ ഒരു 20 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് നമ്മളെ എൻഡോവർ കാറിൻ്റെ ചീറ്റ് കോഡാണ് ഗൈസ്. 20 പുതിയതായിട്ട് നമ്മൾ എൻഡോവർ കാറിൻ്റെ ചീറ്റ് കോഡാണ് 20. ഓക്കെ, അടുത്ത നമ്മൾ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡ് കുറേ കൂട്ടുകാർ നമ്മൾ ചോദിക്കുന്നത് സ്പൈഡറിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഈ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളർ ജസ്റ്റ് ഒന്ന് RGB ആക്കട്ടെ ഗൈസ്. അത്യാവശ്യം വേറെ ലെവലാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളറും കാണാനൊക്കെ RGB ആക്കി കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, അത്യാവശ്യം കിഡിലാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളറുകൾക്ക് RGB ആക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഈ ഒരു നമ്മളെ സ്പൈഡർ വിളിക്കാം. 5599 അടിച്ച് നമ്മളെ സ്പൈഡറുകളൊക്കെ നമുക്കവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സ്പൈഡറിനെ വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇൻഫിനിറ്റി മോഡ് വിളിച്ചതിന് ശേഷമായി സ്പൈഡറിനെ വിളിക്കുക, അല്ലെങ്കിൽ ഡെഡ് ആവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി മോഡുകളൊക്കെ വിളിച്ച് സ്പൈഡറിനെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളെ സ്പൈഡറിനെ വെടിവെച്ച് കൊല്ലുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ സ്പൈഡറിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോക്സുകളൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ കാർ ഷോറൂമിൻ്റെ അകവും കളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാർ ഷോറൂമിൻ്റെ അകത്തുങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഗൈസ് ഇപ്പോൾ വേറെ ലെവലാണ് ഗൈസ് നമ്മളെ കാർ ഷോറൂമുകളൊക്കെ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ പുതിയതായിട്ട് നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തവർ പോട്ടെ, അപ്പോൾ ഇന്ന് രണ്ടാമത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നേരെ പോയി അപ്ഡേറ്റിങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോകളെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും വേറെ ലെവൽ തന്നെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു കാർ ഷോറൂമൊക്കെ വന്നിട്ട് അത്യാവശ്യം കിടിക്കാച്ചി ഒരു കാർ ഷോറൂം തന്നെയാണ് ഗൈസ്. നമ്മൾ ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മളെ ഗെയിമിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്യാവശ്യം വേറെ ലെവൽ കാർ ഷോറൂം തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കിഡിലൊരു കാർ ഷോറൂം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ പുതിയ എയർപോർട്ടുകളൊക്കെ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ നേരെ നമ്മളെ യൂട്യൂബിൽ പോയി കാണാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു എയർപോർട്ടിൻ്റെ സ്റ്റെയറിങ്ങളൊക്കെ മേലോട്ട് കയറുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു എയർപോർട്ടിൻ്റെ മേലെങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പോവുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഞാൻ പോവുകയാണ് ജസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ മേലെങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി പോവുകയാണ്. നമ്മൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നമ്മൾ മേലെങ്ങളൊന്നും കയറിയിട്ടുണ്ട് ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ. അപ്പോൾ ഗൈസ് അത്യാവശ്യം വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു കണ്ടെയ്നർ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു കണ്ടെയ്നർ വിളിച്ച് കാണിച്ചു തരാം RGX ടൂളിൽ പോയിട്ട്. അപ്പോൾ C6 എന്ന് നിങ്ങളെ കഴിച്ച് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിടിലൊരു കണ്ടെയ്നറും കാണൊക്കെ ഇവിടെ കിടന്ന് കറങ്ങണം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കണ്ടെയ്നറും കാണൊക്കെ താഴത്ത് കറങ്ങി എത്തും ഗൈസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത് പുതിയതായിട്ടൊന്ന് കണ്ടെയ്നറാണ് ഗൈസ് ഇതും. അപ്പോൾ C7 എന്ന് പുതിയതായിട്ട് വന്നൊരു ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഈ കണ്ടെയ്നറിൻ്റെ പുറത്ത് നിങ്ങളെ കയറി കാണിച്ചു തരാം. ഇത് റൊട്ടേറ്റ് കൺട്രോൾ ആണ് ഗൈസ്. ഇങ്ങനെ മേലെയും താഴെ എന്നൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്തൊരു നമ്മളെ ഈ ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോക്സുകളൊക്കെ വിളിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടണലിൻ്റെ പുറത്തുങ്ങളൊക്കെ നിങ്ങൾ വരാം. ടണലൊക്കെ എടുക്കാതെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ RGX ടൂളുകളൊക്കെ ഓപ്പൺ ചെയ്യുക. RGX ടൂളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക RGX ടൂള്. അതിനുശേഷം നിങ്ങൾ
P14 അടിക്കുക ഗൈസ്. P14 നിങ്ങളൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ ടിക്ക് കൊടുത്തില്ലേ ഗൈസ്, അപ്പോൾ ടിക്ക് മാർക്ക് നിങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ പ്രോക്സുകളൊക്കെ വരുന്നതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനൊക്കെ. അപ്പോൾ ഈ ഒരു പ്രോക്സുകളൊക്കെ നിങ്ങൾക്ക് നേരെ നമ്മൾ മോഡ് ഓണം നിങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെക്കാവുന്നതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അടുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ പ്രോക്സ്. അപ്പോൾ ഈ പ്രോക്സിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രോക്സുകളൊന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് പ്രോക്സുകളൊക്കെ മൊത്തത്തിൽ അടിക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചീറ്റ് കോഡ് മൊത്തത്തിൽ അടിച്ച് പോയാൽ മതി ഗൈസ്. നമ്മൾ C16 അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കിടിൽ പ്രോക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സീറോ ടണലുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോകൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇൻ്റർനെറ്റുകളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് എന്നൊരു ഓപ്ഷൻ കിടക്കണുണ്ടാകും. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുമേ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ നമ്മളെ ഗൂഗിൾ ക്രോമിലോട്ട് പോകും. ആ ലിങ്ക് ജസ്റ്റ് ഈ ഗൂഗിൾ ക്രോമിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലായിരിക്കും ഗൈസ് നിങ്ങൾ പോകണം. അവിടെ തന്നെ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഈ ഒരു ഫയലുകളൊക്കെ ഡൗൺലോഡ് ആവുന്നതാണ്. എന്നിട്ട് നേരെ നിങ്ങൾ ആ ഒരു ഫയലുകളൊക്കെ എടുത്ത് ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക. ഈ ഒരു ഫയലുകളൊക്കെ ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. കോപ്പി ചെയ്യുക ഗൈസ്. ഓക്കെ, നേരെ ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ പോയതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ നേരെ ഇത് ഇന്ത്യൻ ബൈക്ക് 3D ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം. എങ്കിൽ ഈ ഒരു ട്രിക്കുകളൊക്കെ വർക്കാവും. ജസ്റ്റ് ഇൻ്റർനെറ്റുകളൊക്കെ ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്പ് ഇത് നിങ്ങൾ എടുക്കാവും ഇന്ത്യൻ ബൈക്ക് 3D. എന്നിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഈ ഒരു പേസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ടിക്ക് മാർക്കുകളൊക്കെ കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ടിക്ക് ശരിയായില്ല ഗൈസ്. ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്ത് ടിക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, പേസ്റ്റ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് ചെറിയൊരു ആഡ് വരും. ജസ്റ്റ് ആ ഒരു ആഡുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ ലോഡൊന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക. ID നിങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കും. RGX മോഡ് ലോഡിംഗ് എന്ന് ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം എങ്കിൽ ഇത് ട്രിക്ക് വർക്കാവുള്ളൂ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമാണ്. ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിൾ വിളിക്കുന്നു. ഞാൻ നമ്മൾ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നിൻ്റെ ഓട്ടോറിക്ഷകളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷകളൊക്കെ കയറിയിട്ട് ഞാൻ പോണ ലൊക്കേഷനിലേക്ക് നിങ്ങൾ പോകുമെങ്കിൽ ഈ ഒരു ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് വർക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഈ ഒരു ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് വർക്കാവത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതാ ഇതുവഴിയൊക്കെ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ട്രിക്കുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടത്താണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഈ പോണ ലൊക്കേഷനിൽ കൂടെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു RGX ആ ഒരു ഇൻ്റർനെറ്റ് ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ട്രിക്ക് വർക്ക് ആവത്തില്ല ഗൈസ്. മാക്സിമം നിങ്ങൾ ഇൻ്റർനെറ്റുകളൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ ഈ ഒരു ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഡ്രൈവർ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ടണലുകളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് ടണലുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഗൈസ് ഈ ഒരു ട്രിക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ടണലുകളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, വേറെ ലെവലാണെങ്കിൽ ഈ ഒരു ടണലുകളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഈ ഒരു ട്രിക്കുകളൊക്കെ ചെയ്യാവും. ജസ്റ്റ് ഒന്ന് വീഡിയോകളൊക്കെ പയ്യെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് ട്രിക്കുകളൊക്കെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.